പാഠം 688. ഓണം ആശംസിക്കേണ്ട രീതികൾ. മോഹനേട്ടാ, എന്താണ് ഇതിന് മാത്രം എഴുതാൻ? അടുത്ത ബന്ധുക്കൾക്കും പഴയ കൂട്ടുകാർക്കും ഒക്കെ ഓരോ കത്തുകൾ എഴുതി അയക്കണം. ഓണാശംസകൾ അറിയിക്കണമല്ലോ. കൊള്ളാം മോഹനേട്ടാ, ഇത് വർഷം 2015 ഈ കാലത്ത് ആരെങ്കിലും ഓണത്തിന് എഴുതുവോ? ഇവിടെ ഒരു ഫോൺ ഇരിപ്പുണ്ട്, അതെടുത്ത് വിളിച്ച് നേരിട്ടങ്ങ് പറഞ്ഞാ പോരെ ഓണാശംസകൾ എന്ന്. ഫോൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പും ഓണം ഉണ്ടായിരുന്നു. അന്നത്തെ ആൾക്കാർ ചെയ്തിരുന്നതാണ് ഞാനിപ്പോ ചെയ്യുന്നത്. അന്നത്തെ ആളുകൾ ചെയ്യുന്നതിനാണ് ഇപ്പൊ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ കാലത്ത് സകല മനുഷ്യരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. അതിൽ നിന്നൊരു മെസ്സേജ് അയക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യാറുള്ളത്. അത്തരം മെസ്സേജുകൾക്ക് അയക്കുന്ന ആളിന്റെ മനസ്സിനെ പ്രതിഫലിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിലുള്ള സ്നേഹവും പരിഗണനയും അംഗീകാരവും മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ നമ്മുടെ കൈപ്പടയിൽ എഴുതി എഴുത്ത് തന്നെ അയക്കണം. നിന്നെപ്പോലുള്ള പരിഷ്കാരികൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. കാരണം നിങ്ങളുടെയൊക്കെ ഓണവും ഓണാശംസകളും ഒക്കെ വെറും നേർച്ചയാ. അപ്പൊ മോഹനേട്ടൻ അവിടെ ഇരുന്ന് ആലോചിച്ച് ആത്മാവിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ആശംസകൾ എഴുത്തിലാക്കി അയക്കൂ. ഒരുപാട് എഴുതാൻ പാടാണെങ്കിൽ ഒരെഴുത്തെഴുതി പത്രത്തിൽ കൊടുക്കുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കാവുന്നതാണ്. പ്രിയപ്പെട്ട ജോയിലാലിന് എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഹലോ, അതെ, ആരാണ്? നമസ്കാരം സാർ. മോഹനേട്ട തിരക്കിട്ടെന്തോ എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ കൊടുക്കാം, ഒരു മിനിറ്റ്. മോഹനേട്ടാ, ഫോൺ ഇപ്പൊ വരും സാർ. ഓ, എന്ത് വിശേഷം? ഏയ്, ഞങ്ങളങ്ങനെ വലിയ രീതിയിൽ ഓണം ആഘോഷിക്കാറില്ല. അതെ അതെ, ചിലപ്പോ ഒന്ന് നാട്ടിൽ പോവും. ഒന്നും തീരുമാനിച്ചില്ല. ഞാൻ കൊടുക്കാം സാർ. നമസ്കാരം സാർ. ഇല്ല, ഓഫീസ് പോകാൻ സമയമായല്ലോ സാർ. അതെ അതെ, സാറിന് രാവിലെ വിളിച്ചത് വലിയ സന്തോഷം സാർ. സാറിന്റെ ഓണക്കാലവും നന്നായിരിക്കട്ടെ. അതെ, ശരി സാർ. തഹസിൽദാര് നാളെ മുതൽ ലീവാ. സാറിന്റെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നു. പോകുന്നതിന് മുമ്പ് എന്നെ നേരിട്ട് വിളിച്ച് ഓണം ആശംസിച്ചതാ. അങ്ങനെ ഫോണിലൂടെ ഓണം ആശംസിക്കുന്നത് ശരിയാണോ മോനേട്ടാ? ഒന്നെങ്കിൽ തഹസിൽദാര് വില്ലേജ് ഓഫീസിൽ വന്ന് ഓണാശംസകൾ പറയണായിരുന്നു, അല്ലെങ്കിൽ മോഹനന്റെ താലൂക്ക് ഓഫീസിലേക്ക് ചെല്ലുമ്പോ പറയണായിരുന്നു. അതിപ്പോ നാളെ മുതൽ തഹസിൽദാർ ലീവ് ആയതുകൊണ്ടല്ലേ. അപ്പൊ പിന്നെ എഴുത്തെഴുതണ്ടായിരുന്നോ? മോഹനടൻ രാവിലെ മുതൽ കുത്തിയിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ. അതുപോലെ തഹസിൽദാർക്കും രാവിലെ എഴുന്നേറ്റിരുന്ന് പരിചയക്കാർക്ക് മുഴുവൻ എഴുത്തെഴുതിയാൽ എന്താണ്? മോഹനേട്ടാ, ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പൊലിപ്പിച്ച് പറയാൻ നല്ല എളുപ്പമാണ്. പക്ഷെ അതൊക്കെ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ഭയങ്കര പാട് തന്നെയാ. ഇനിയുള്ള കാലത്ത് ഫോൺ ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റില്ല. ഫോൺ ഉപയോഗിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഓണാശംസകൾ പറയാൻ ഫോൺ ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞത്. ഓണത്തിന് ഒരു സംസ്കാരമുണ്ട്, സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ സംസ്കാരം. ആ സംസ്കാരത്തിലേക്ക് ഫോൺ പോലൊരു യന്ത്രത്തെ വലിച്ചഴക്കരുതേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. തഹസിൽദാർ പക്ഷെ ആ യന്ത്രത്തെ വലിച്ചഴിച്ചല്ലോ. എന്തോ തഹസിൽദാർ എന്റെ മേലുദ്യോഗസ്ഥനാണ് എന്നുള്ളത് നേരാണ്. പക്ഷേ അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് ഞാൻ പറയില്ല. ഇന്നലെ ഞാൻ താലൂക്ക് ഓഫീസ് ചെന്നപ്പോ തഹസിൽദാർക്ക് എന്നോട് നേരിട്ട് ഓണാശംസകൾ പറയാമായിരുന്നു. അതായിരുന്നു നല്ലത്. ഹലോ, അതെ, മനസ്സിലായി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം,
ഫോണിലൂടെ ഇങ്ങനെ ഓണാശംസകൾ പറയുന്നത് എനിക്കും ഭാമയ്ക്കും തീരെ ഇഷ്ടമല്ല. 10 മണിയാകുമ്പോ ഭാമ വക്കീൽ ഓഫീസിലേക്ക് വരും. അപ്പൊ നേരിട്ട് പറഞ്ഞാൽ മതി. ശാലിനി. ആരായിരുന്നു മോനേട്ടാ? നിന്റെ വക്കീൽ ഓഫീസിലുള്ള ശാലിനി ഓണാശംസകൾ പറയാൻ വിളിച്ചതാ. എന്ത് വൃത്തിയാണ് കാണിച്ചത്? അവൾ 1 മാസമായിട്ട് ലീവാണ്. വക്കീൽ ഓഫീസിലേക്ക് വരാറില്ല. അതുകൊണ്ടല്ലേ അവൾ ഫോൺ വിളിച്ചത്. മോഹനേട്ടൻ കോൾ വന്നപ്പോ ഞാൻ ഫോൺ തന്നില്ലേ? അപ്പൊ എനിക്ക് കോൾ വന്നപ്പോ ആ മര്യാദ തിരിച്ച് മോഹനേട്ടൻ എന്നോട് കാണിക്കണായിരുന്നു. ഫോണിലൂടെയുള്ള ഈ ആശംസ പറച്ചിലുകൾ എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി മോഹനേട്ടൻ ആരെങ്കിലും വിളിക്കുമ്പോ ഞാനും ഇത് തന്നെ അങ്ങ് ചെയ്യാം. വക്കീലേ. ഉത്തമം വിളിച്ചത് വക്കീലെന്നാണ്. പോയി കാര്യം എന്താണെന്ന് ചോദിക്കുക. നമസ്കാരം വക്കീലെ. നമസ്കാരം സാറ്. അയ്യോ നമസ്കാരം സാറേ. ഓണമൊക്കെ എവിടെ വരെ ആയി സാറേ? ഞാൻ അന്വേഷിച്ചില്ല. വേണമെങ്കിൽ ഓണത്തെ ഫോൺ വിളിച്ച് ചോദിക്കാം. അയ്യോ, ഫോൺ ചെയ്ത് ചോദിക്കാൻ പാടില്ല. ഓണം എന്നത് ഫോണൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ തുടങ്ങിയ ഏർപ്പാടല്ലേ. അങ്ങനെയുള്ളപ്പോ ഓണത്തിന് സ്വന്തമായിട്ട് ഫോൺ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ ഫോണിൽ സംസാരിക്കാൻ ഓണം പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഓണത്തിന് ഫോണാ? അല്ല വക്കീലെ, ഈ ഓണം എന്ന് പറയുന്ന ഒരാളാണാ? ആ കഥ പറയാതിരിക്കാ ഉത്തമ നല്ലത്. ഉത്തമ വന്ന കാര്യം പറ. പിന്നെ വക്കീലെ, പ്രകാശിന്റെ കേസിന്റെ കാര്യം ഇന്നലെ വക്കീല് പറഞ്ഞില്ലേ? വക്കീല് പറഞ്ഞൊന്ന് അറിയിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു 10 തവണയെങ്കിലും ഈ പ്രകാശിനെ ഫോണിൽ വിളിച്ചു. അവ ഓഫ് ചെയ്ത് വെച്ചൊക്കെയാണ്. ഫോണാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് കരുതിയാൽ ഇങ്ങനെ ഇരിക്കും. അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ ഉത്തമന് പ്രകാശന്റെ വീട് വരെ നേരിട്ട് പോകാമായിരുന്നല്ലോ. വിളിച്ച് മടുത്തപ്പോ ഞാൻ അവിടെ പോയിരുന്നു സാറേ. പക്ഷെ അവിടെ ചെന്നപ്പോ പ്രകാശം ഇല്ല. എവിടെ പോയെന്ന് വീട്ടുകാർക്കും അറിഞ്ഞൂടാ. ഒരു എഴുത്ത് എഴുതാൻ പാടില്ലായിരുന്നു ഉത്തമ? എഴുത്താ? എങ്ങോട്ട്? അങ്ങനൊന്നുമില്ല. ഇത് ഓണക്കാലമാണല്ലോ. ഓണക്കാലത്ത് ഏറ്റവും നല്ലത് എഴുത്തെഴുതുക എന്നുള്ളതാണല്ലോ അല്ലേ? വക്കീലേ സാറേ, നിങ്ങൾ രണ്ടുപേരും എന്തോ ഉള്ളിൽ വെച്ച് സംസാരിക്കാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. പക്ഷെ അതെന്താണെന്ന് പറയാതെ നിങ്ങൾ പറയുന്നതിന് ഒരക്ഷരം ഞാൻ പറയൂല. വെറുതെ അറിഞ്ഞുകൊണ്ട് ആപ്പിലാവേണ്ട കാര്യം എന്തോന്നാണ്? ഒന്നുമില്ല തോമാ. കാര്യം ഞാൻ പറയാം. ഈ ഓണം എന്നത് മലയാളികളുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണല്ലേ? അല്ലേ? ആണ്. പാരമ്പര്യത്തിന്റെ ഭാഗമായി ഒരു ആഘോഷം വരുമ്പോ പാരമ്പര്യത്തിൻ്റെതായ രീതിയിലല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഒരാളോട് ഓണാശംസകൾ എന്ന് പറയണം. അത് നേരിൽ പറയുന്നില്ലേ നല്ലത്? പക്ഷെ തിരുവനന്തപുരത്തുള്ള ഒരാളോട് എങ്ങനെ നേരിട്ട് ആശംസ പറയാനാണോ ഉത്തമ? അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ പരിചയക്കാരുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ നേരിട്ട് പോകേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എഴുത്തെഴുതുന്നത്. അല്ല, ഫോൺ വിളിക്കാല്ല സാറേ. അങ്ങനെ പറ്റും. ഫോൺ എന്ന വസ്തു നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമല്ല. ഫോണിലൂടെ ആശംസകൾ വിളിച്ച് പറയുന്നതും ഇവൾ പറയുന്നത് പോലെ മെസ്സേജ് അയക്കുന്നതും ഒക്കെ ഓണത്തിന്റെ സംസ്കാരത്തിന് ചേരാത്തതാണ്. ഉത്തമൻ പറയൂ. ഒരാൾ ഉത്തമനെ നേരിട്ട് കണ്ട് ഓണാശംസകൾ ഉത്തമ എന്ന് പറയുന്നതാണോ ഫോണിൽ വിളിച്ച് പറയുന്നതാണോ ഉത്തമന് ഇഷ്ടം? അതിപ്പോ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് പറയുന്നതാണ് നല്ലത്. ഒരാൾ നേരിട്ട് അയാളുടെ കൈപ്പടയിൽ ഓണാശംസകൾ എന്ന് എഴുതി അയക്കുന്നതാണോ മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്ത് അയക്കുന്നതാണോ നല്ലത്? അങ്ങനെ ഇപ്പൊ ചോദിച്ച കൈപ്പടയിൽ എഴുതി അയക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അതിൽ അത് അയക്കുന്ന ആളുടെ ഒരു രീതി ഉണ്ടാവും. മൊബൈലിൽ വരുന്ന സന്ദേശങ്ങളെല്ലാം ഒരുപോലെ ഇരിക്കും. കാരണം അയക്കുന്നവനും സ്വീകരിക്കുന്നവനും ഇടയിൽ ഒരു യന്ത്രമുണ്ട്. മനസ്സിലായോ? ഓഹോ, മനസ്സിലായി. അപ്പൊ വക്കീലെ, പ്രകാശന്റെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? കേസ് ഓണം കഴിഞ്ഞ് കോടതി വരും ഉത്തമ. പ്രകാശിനെ ഫോണിൽ കിട്ടുമ്പോ അത്യാവശ്യമായിട്ട് എന്നെ വന്നൊന്ന് കാണാൻ പറഞ്ഞാൽ മതി. ഓ ശരി, വന്നു വക്കീലെ. സാറേ ഞാൻ ഇറങ്ങുന്നേ. ഓ പിടിച്ചില്ല. മോഹനേട്ടനെ പോലെ ചിന്തിക്കുന്ന ആളുകൾ വേറെയും ഉണ്ട് ഈ ലോകത്ത്. ഞാൻ കരുതിയത് ഈ സൈസ് സ്വഭാവം മോഹനേട്ടൻ മാത്രമാണെന്നാണ്. പക്ഷെ ഇന്നലെ അത് മാറി. ഇന്നലെ ഞാനത് കാണിച്ചിടാൻ മറന്നുപോയില്ലേ? ഒരു ഭയങ്കര സംഭവമുണ്ട്. മോഹനേട്ടന് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ദിവാകരൻ ചേട്ടനെ പറ്റി എന്താണ് അഭിപ്രായം? ദിവാകരൻ ചേട്ടനെ പറ്റിയോ? വളരെ മോശം അഭിപ്രായമാണ്. ദിവാകരൻ ഒരു അഴിമതിക്കാരനും സത്യസന്ധതയുടെ ഒരു കണിക പോലും ഇല്ലാത്ത ആളുമാണ്.
അതൊക്കെ എതിർ പാർട്ടിക്കാർ പറയുന്നല്ലേ മോനട്ടാ. ദിവാകരൻ ചേട്ടന് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട്, ആവശ്യത്തിന് പണമുണ്ട്. ഭാര്യ രജനി ചേച്ചിക്കാണെങ്കിൽ ജോലിയുണ്ട്. എന്നാലും നാട്ടുകാരുടെ സകല ആവശ്യങ്ങൾക്ക് മുന്നേ തന്നെ ദിവാകരൻ ചേട്ടൻ കാണും. നാട്ടുകാർക്ക് വേണ്ടി എത്ര കേസുകളാ ദിവാകരൻ ചേട്ടൻ ഏറ്റെടുത്ത് നടത്തുന്നത് അറിയാമോ? ദിവാകരൻ ചേട്ടൻ എല്ലാ കേസുകളും വാദിക്കുന്നത് സദാനന്ദൻ സാറാ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വക്കീലാഫീസിൽ വരാറുണ്ട്. അതുകൊണ്ട് അമ്പലക്കുന്നിൽ പാറ പൊട്ടിക്കാൻ ബാഹുലയൻ കോൺട്രാക്ടർ പരിപാടി ഇട്ടപ്പോഴേ ദിവാകരൻ ചേട്ടൻ അതിനെതിരെ കേസുമായിട്ട് വന്നു. ഇന്നലെ ആ കേസിന്റെ കാര്യം സംസാരിക്കാനായി പുള്ളിക്കാരൻ കുറെ സമയം ഓഫീസിലുണ്ടായിരുന്നു. അപ്പോ എനിക്ക് തന്നതാണ് ഇത്, ആശംസ കാർഡ്. ദിവാകരൻ ചേട്ടൻ പറയുക, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും മൊബൈൽ ഒരു ഹാപ്പി ഓണം മെസ്സേജ് ചെയ്ത് ജോലി തീർക്കും. അങ്ങനെയല്ല വേണ്ടത്. പറ്റിയാൽ നേരിട്ട് കണ്ട് തന്നെ ആശംസ പറയണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാർഡെങ്കിലും കൊടുക്കണമെന്ന്. മോഹനേട്ടനെ പോലെ തന്നെ. കണ്ടോ? പ്രിയപ്പെട്ട സത്യഭാമയ്ക്ക് ദിവാകരൻ. ദിവാകരൻ എന്തിനാ നിനക്ക് തന്നത്? ഞങ്ങള് തമ്മിൽ വലിയ പരിചയം മോഹനട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ദിവാകരൻ ചേട്ടൻ മിക്കവാറും ഓഫീസിൽ വരാറുണ്ട്. എന്നിട്ട് വക്കീൽ ഓഫീസിലുള്ള ബാക്കിയെല്ലാവർക്കും കൊടുത്തോ? ആ, എനിക്കറിഞ്ഞൂടാ. കൊടുത്തിട്ടുണ്ടാവും. കാണില്ല. നീ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് നിനക്കിത് തന്നത്. ദിവാകരനെ എനിക്ക് പണ്ടേ അറിയാം. കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കണ്ടാൽ വായി നോക്കുന്നത് അയാളുടെ സ്ഥിരം പരിപാടിയാ. മോനട്ടാ, വെറുതെ ഒരാളെ പിന്നെ അനാവശ്യം പറയല്ലേ. ദിവാകരൻ ഒരു പഞ്ചായത്ത് മെമ്പറല്ലേ? ഭാമേ, വിവാഹിതയായ ഒരു സ്ത്രീക്ക് വിവാഹിതനായ ഒരു പുരുഷൻ ഇങ്ങനെ ഒരു ആശംസാ കാർഡ് കൊടുക്കുന്നത് മര്യാദകളാ. പ്രിയപ്പെട്ട സത്യഭാമയ്ക്ക് എഴുതിയിരിക്കുന്നത് കണ്ടതിനെ അറിയാം. അയാളുടെ മനസ്സിലിപ്പോ നടന്ന് ഇങ്ങനെയുള്ളവനൊക്കെ പഞ്ചായത്ത് മെമ്പറാക്കി ആളുകൾ തന്നെ അടിക്കണം. എന്തൊക്കെയാ പറയണത്? രാവിലെ മുതൽ മോഹനായിട്ട് കുത്തിയിരുന്നുണ്ടല്ലോ, അതിനപ്പോ ഒരു കുഴപ്പമില്ലായിരിക്കും. ഓ, ദിവാകരൻ ചേട്ടൻ ആശംസകാരൻ എന്നാണ് ഇപ്പൊ വലിയ പ്രശ്നമായത്. മുഴുത്ത വട്ട് തന്നെയാ. ഭാമേ, ഞാൻ എഴുത്തെഴുതിയത് എന്റെ അമ്മയ്ക്കും എന്റെ അടുത്ത ബന്ധുക്കൾക്കും പിന്നെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കുമാണ്. ആ സുഹൃത്തുക്കളൊക്കെ ആണുങ്ങളാണ്. ദിവാകരൻ നിനക്ക് തന്നതുപോലെ ഒരു ആശംസ കാർഡ് ഞാൻ ഏതെങ്കിലും സ്ത്രീകൾക്ക് കൊടുത്താൽ നീ എന്തു പറയും? ഞാനൊന്നും പറയില്ലേ. ആ, ഓണത്തിനൊരു ആശംസക്കാർ കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ദിവാകരൻ നിനക്കൊരു കാർഡ് തന്ന കാര്യം രജനി അറിഞ്ഞാലോ? അറിഞ്ഞാലെന്താണ്? ഭാമേ, നിനക്ക് ദിവാകരനെ ശരിക്കറിയാഞ്ഞിട്ടാ. അയാളുടെ നോട്ടത്തിലും സംസാരത്തിലും ഒക്കെ ഒരു പഞ്ചാരക്കുട്ടന്റെ രീതിയാ. സത്യം പറഞ്ഞ രജനി ഒരു പാവമായത് കൊണ്ടാണ് അയാൾ തല്ലുകൊള്ളാതിരിക്കുന്നത്. രജനിയെ എനിക്ക് ശരിക്കറിയാം. അന്തസ്സുള്ളൊരു നല്ല സ്ത്രീ. സഹകരണ ബാങ്കിൽ അവരുടെ അത്രയും ഉത്തരവാദിത്ത ബോധവും കൃത്യനിഷ്ഠയുമുള്ള വേറെ ഒരാളുമില്ല. സ്വഭാവമാണെങ്കിൽ ഒന്നാം തരം. നിന്നെ പോലെ ആണുങ്ങളെ ബഹുമാനമില്ലാത്ത ഒരു അഹങ്കാരിയല്ല അവർ. ഇതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. രജന ചേച്ചിയുടെ സ്വഭാവം എന്തായാലും അതെന്റെ പ്രശ്നമല്ല. ദിവാകരൻ ചേട്ടൻ ഏത് തരക്കാരനാണെന്നതും എനിക്ക് പ്രശ്നമല്ല. ഇതൊരു ആശംസാക്കാരന്റെ മാത്രം കാര്യമല്ല എന്ന് നീ പറഞ്ഞാ പോരല്ലോ. ആ കാർഡ് നിനക്ക് തന്ന ദിവാകരന്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളതാണ് പ്രശ്നം. അത് ദിവാകരൻ ചേട്ടന്റെ പ്രശ്നമല്ലേ മോനട്ടാ? അല്ലല്ലോ. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അങ്ങനെ ഒരു കാർഡ് നിനക്ക് തരാൻ ധൈര്യം കാണിച്ച സ്ഥിതിക്ക് ദിവാകരൻ എത്ര കാർഡ് മനസ്സിലായല്ലോ. എന്തായാലും നീ ആ കാർഡ് വാങ്ങിയത് തെറ്റായി പോയി. എനിക്ക് വേണ്ടാന്ന് നീ അപ്പോഴേ പറഞ്ഞിരുന്നെങ്കിൽ ദിവാകരന്റെ അസുഖം അപ്പോഴേ അങ്ങ് മാറിയേ. അതെങ്ങനെ വേണ്ടെന്ന് പറയും മോനട്ടാ? അയാൾ എനിക്ക് തന്ന പ്രേമലേഖനമൊന്നും അല്ലല്ലോ, ഒരു ആശംസക്കാരനല്ലേ. അയ്യോ, ഇതും അതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നിനക്കില്ലാത്തതാണ് പ്രശ്നം. പിന്നെ വന്നു ദിവാകരൻ നിനക്ക് കാർഡ് തന്ന കാര്യം അറിയുമ്പോ ഉത്തമൻ മൂക്കത്ത് വിരൽ വെക്കുന്ന നീ കണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. ഈ ഓണത്തിന് ഉത്തമൻ എത്ര പേർക്ക് ഓണാശംസകൾ അയച്ചു? ഞാൻ ആർക്കും അയച്ചില്ല സാറേ. ഉത്തമൻ സ്ഥിരമായി
സ്ത്രീകൾക്ക് ഓണാശംസകൾ അയക്കാറുണ്ടോ? അയ്യോ ഇല്ല. ഒരു സ്ത്രീക്ക്, അതും വിവാഹിതയായ ഒരു സ്ത്രീക്ക് വിവാഹിതനായ മറ്റൊരാൾ ഓണാശംസകൾ എഴുതി അയക്കുന്നത് മര്യാദയാണോ അല്ലയോ? സാറേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്താണ് സംഭവം? നല്ല മൂത്ത വട്ട അല്ലാണ്ട് ദൂത്ത. ഇതാണ് നമ്മുടെ നാട്ടിലെ കുഴപ്പം. നാടിന്റെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും ചേരുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരെ പട്ടമാർ എന്ന് വിളിക്കും. എന്നിട്ട് പുറത്ത് പറയാൻ പോലും കൊള്ളാത്ത വേണ്ടാധീനം കാണിക്കുന്നവരെ മഹാന്മാരെന്നും മാന്യന്മാരെന്നും വിളിച്ച് പുകഴ്ത്തുക. ഉത്തമ, ഇവിടെ സംഭവിച്ചെന്താണ് ഉത്തമൻ കേൾക്കണം. സാറേ ഞാനൊരു കാര്യം പറയട്ടെ സാറേ. ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ധിക്കാരം എന്ന് സാറിന് തോന്നരുത്. ഓണം അടുത്ത് വരുന്നത് പ്രമാണിച്ച് ഒരുപാട് തിരക്കുകളുണ്ട് എനിക്ക്. ഈ നാട്ടിലുള്ള സകല ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ വേണം. അത്രയ്ക്ക് തിരക്കുണ്ടായിട്ടും ഞാൻ കുറച്ചു മുമ്പ് വന്നത് വക്കീലിനെ കാണാനാ, ഒരു കേസിന്റെ കാര്യം പറയാൻ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ എനിക്ക് മനസ്സിലാവാത്ത എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ വഴിക്ക് പോവുകയും ചെയ്തു. ഇപ്പൊ ഒരു തരത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത വേറൊരു കാര്യം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഈ വഴിക്ക് ഓടിപ്പാഞ്ഞു വന്നത്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ലാന്ന് എനിക്ക് മനസ്സിലായി. അത് നിങ്ങൾ തമ്മിൽ തീർക്കുന്നതാണ് നല്ലത്. ദയവായി അതിൽ എന്നെ വലിച്ചിഴക്കരുത് പ്ലീസ്. സാറേ, ഞാൻ ഇവിടെ നിറങ്ങി താഴത്തെ റോഡിലെത്തിയപ്പോ സഹകരണ ബാങ്കിലെ ക്ലർക്ക് രജനി സാറിനെ കണ്ടു. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ദിവാറിന്റെ ഭാര്യ. സാറിന് തരാനാണെന്ന് പറഞ്ഞ് രജനി സാറ് ദാ ഈ കാർഡ് എന്നെ ഏൽപ്പിച്ചിട്ട് അത് തരാനാണ് ഞാൻ വന്നത്. സാറ് മിക്കവാറും സഹകരണ ബാങ്കിൽ ചെല്ലാറുണ്ടല്ലോ. രജനി സാറിനാണെങ്കിൽ മോഹനാക്ഷ സാറിനെ പറ്റി ഭയങ്കര അഭിപ്രായമാണ്. മോഹനാക്ഷ സാറിനെ പോലൊരു യോഗ്യനായ ആളിനെ കണ്ടിട്ടില്ല എന്നാണ് രജനി സാറ് പറയുന്നത്. ഇതങ്ങ് വാങ്ങിയിട്ട് സാറത് ഈ കേസിൽ നിന്ന് എന്നെ അങ്ങ് ഒഴിവാക്ക്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോഹനേട്ടാ? ഇങ്ങ് തന്നീ കുത്തമ്മ. സാറിന്റെ ഈ ഞെട്ടല് മാറുമ്പോ ഞാൻ കൊടുത്തോളാം. ഇത് വല്ല പ്രേമലേഖനോ മറ്റോ ആണോന്ന് നോക്കണോലോ. പ്രേമലേഖനോ? വക്കീൽ എന്തോന്നോ ഈ പറയുന്നേ? ഞാൻ പറയാ ഉത്തമ, വിവാഹിതയായ ഒരു സ്ത്രീ വിവാഹിതനായ ഒരു പുരുഷന് ഒരു കത്തയക്കുന്നത് മര്യാദയാണോ? അല്ല. നോക്കട്ടെ. എനിക്കെന്താണ് സാറേ സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാ, എന്നെ കണ്ടപാടെ രജനി സാറിന്റെ ഫോൺ നമ്പർ ചോദിച്ചു. നേരിട്ട് വിളിച്ചൊരു ഓണാശംസ പറയാനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറിന് ഫോണിലൂടെ ഓണാശംസ കേൾക്കുന്നത് ഇഷ്ടമല്ല, സ്വന്തം കൈപ്പടയിൽ എഴുതി കിട്ടിയാലേ സാറ് സ്വീകരിക്കൂ എന്ന്. അങ്ങനെയല്ലേ സാറ് കുറച്ച് നേരത്തെ പറഞ്ഞത്? രജനി സാറിന്റെ ബാഗിൽ ആ കാർഡ് ഉണ്ടായിരുന്നു. അതെടുത്ത് അവിടെ വെച്ച് എന്നെ എഴുതി എന്നെ ഏൽപ്പിച്ചു. എങ്ങനെയുണ്ട്? ഞാൻ എന്ത് ചെയ്യായി? സാറ് പറഞ്ഞ പോലെയല്ലേ ഞാൻ ചെയ്തത്. എന്റെ നിയന്ത്രണം ചേടാ, ഇത് കൊള്ളാലോ. വളർത്താൻ പിടിച്ചാലും കൊല്ലാൻ പിടിച്ചാലും കോഴി കരയുന്ന പോലെ എന്ന് പറഞ്ഞ പോലെയായി. അതിനിപ്പോ ഞാനെന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? ആരോട് പറയാ? പ്രിയപ്പെട്ട മോഹനകൃഷ്ണൻ സാറിന് സ്നേഹത്തോടെ രജനി. കൊള്ളാം. സഹകരണ ബാങ്കിലെ കണക്കുപിള്ളയായ രജനി സാറ് വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണൻ സാറിന് സ്നേഹത്തോടെ കൊടുത്തയച്ച ഓണാശംസ. എന്താ ഇത്? ഏത്? എപ്പോ? എനിക്ക് ദിവാകരൻ ചേട്ടൻ തന്ന ആശംസാ കാർഡിൽ ദിവാകരൻ പഞ്ചായത്ത് മെമ്പർ എന്നേ ഉണ്ടായിരുന്നു. ഇതിപ്പോ സ്നേഹപൂർവം രജനി എന്ന്. നിങ്ങൾ തമ്മിൽ എന്താണ് ഇത്ര വലിയ സ്നേഹം? എനിക്കറിയില്ല. രജനി എന്തെങ്കിലും എവിടെയെങ്കിലും ഞാൻ എന്ത് ചെയ്യാനാ? ദിവാകരൻ ചേട്ടൻ എനിക്കൊരു ആശംസാ കാർഡ് തന്നത് എന്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് മോഹനേട്ടൻ പറഞ്ഞില്ലേ? അതോ കുറച്ചു മുന്നേ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞത്? ദിവാകരൻ ചേട്ടൻ ആള് ശരിയല്ല, ആ പാവം രജനി അയാളെ സഹിച്ചോണ്ടിരിക്കുകയാണ്. രജനിയുടെ സ്ഥാനത്ത് വേറെ വല്ല പെണ്ണുങ്ങളുമായിരുന്നെങ്കിൽ ദിവാകരൻ ചേട്ടൻ വിവരം പറഞ്ഞേനെ. രജനിയുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാണ്. അവൾ എന്നെ പോലൊരു അഹങ്കാരിയല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ സംശയിക്കേണ്ടതായിരുന്നു മോഹനേട്ടനും രജനിയും തമ്മിൽ എന്തൊക്കെയോ ഇടപാടുകളുണ്ടെന്ന്. ഇപ്പതാ തെളിവോട്ട്
ആശംസാ കാർഡും. സ്നേഹത്തോടെ സ്വന്തം രജനി എന്നും കൂടി എഴുതിയിരുന്നെങ്കിൽ അങ്ങ് പൂർണ്ണമായേനെ. മോഹനേട്ടനും രജനിയും തമ്മിൽ എന്തോ പുറത്തു പറയാൻ കൊള്ളാത്ത ബന്ധമുണ്ട് എന്നതിന് തെളിവായിട്ട് ദാ ഈ കാർഡ്. ഈ കാർഡ് മതി എന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാനത് പറയില്ല. എന്തുകൊണ്ടാ? വിവാഹിതയായ ഒരു സ്ത്രീ വിവാഹിതനായ ഒരു പുരുഷന് ഒരു ആശംസാ കാർഡ് അയച്ചത് കൊണ്ട് ആകാശം ഒന്നും ഇടിഞ്ഞു വീടില്ല എന്ന് എനിക്കറിയാം എന്നതുകൊണ്ട്. മോനേട്ടാ, മോനേട്ടാ, ശരിക്കും ദൈവമുണ്ട്. അല്ലെങ്കിൽ ഇത്ര കൃത്യമായി ഈ കാർഡ് കൊടുത്തുവിടാൻ രജനി ചേച്ചിയെ തോന്നിപ്പിച്ചത് ആരാ? അത് ദൈവമൊന്നുമല്ല, ഉത്തമനാ. ഉത്തമൻ പറഞ്ഞ് എഴുതിച്ചോണ്ടാ. എന്റെ ഫോൺ നമ്പറാ ചോദിച്ചത്. ഫോണിൽ വിളിച്ച് ആശംസ പറഞ്ഞാ ഞാൻ ദേഷ്യപ്പെടുന്നു പറഞ്ഞപ്പോ കാർഡ് എഴുതി വാങ്ങിയത് ആ ദുഷ്ടൻ. അത് നന്നായി. എന്തായാലും ഉത്തമൻ എന്റെ വക ഒരു ചെലവുണ്ട്. ഓണത്തിനായിക്കോട്ടെ, ഒരു ഗ്ലാസ് നല്ല മധുരട്ടൊരു പായസം. അപ്പൊ എനിക്കോ? മോഹനേട്ടന് വേറൊരു മധുരത്തിന്റെ ആവശ്യമില്ലല്ലോ. ആളൊരു പഞ്ചാരയാണെന്നതിന്റെ തെളിവല്ലേ ഇത്? ഇല്ല കേട്ടോ, നിർത്തി. എന്നാലും ഞാൻ ആലോചിക്കാം, എന്ത് ഈ വിവാഹിതയായ ഒരു സ്ത്രീ താൻ കുഴിച്ച കുഴിയിൽ വില്ലേജ് ഓഫീസർ തലകുത്തി വീഴുന്നതാണ് നമ്മൾ കണ്ടു തീർത്തത്. വിവാഹം കഴിഞ്ഞ പുരുഷൻ വിവാഹം കഴിഞ്ഞ സ്ത്രീക്ക് ഓണാശംസകൾ നേരാൻ പാടില്ല എന്ന് നിശ്ചയിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി പാവം പ്രതീക്ഷിച്ചില്ല. സാരമില്ല, കിട്ടേണ്ടത് വില്ലേജ് ഓഫീസർക്ക് കിട്ടിയ നിലയ്ക്ക് ആ കഥ അവസാനിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം.